നിങ്ങൾ ഇതേപോലെ ചൂര റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? എന്റെ കളർ തന്നെ അടിപൊളിയല്ലേ? അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി 6 to 8 ഗസ്റ്റുകൾക്കുള്ളതാണ് കേട്ടോ. ചൂരമീൻ 1 കിലോ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്യുക ക്യൂബായിട്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, നാരങ്ങനീര് അരമുറി, മഞ്ഞൾ 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇച്ചിരി കറിവേപ്പില. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ 2 സൈഡും നല്ല മൊരിഞ്ഞ് ഫ്രൈ ചെയ്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു 60 ഗ്രാം പുളി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തുക. മൺചട്ടിയിൽ മീഡിയം ചൂടിൽ 1/2 കപ്പ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് അതവിടെ കിടന്ന് പൊട്ടും. അതിനുള്ളിലേക്ക് മീഡിയം സൈസ് ഇഞ്ചി ഇടിച്ചത്, വെളുത്തുള്ളി 6 എണ്ണം ഇടിച്ചത്, പച്ചമുളക് 6 എണ്ണം കീറിയത്. ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. സബോള നൈസായി ചേർന്നത് 2 എണ്ണം, ഷാലറ്റ് 20 എണ്ണം, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്നങ്ങോട്ട് വഴറ്റാം. അതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും വഴറ്റി അതിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് 2 ടീസ്പൂൺ, ഫെനുഗ്രീക്കിന് പൗഡർ 1 ടേബിൾ സ്പൂൺ. ഇതും കൂടി ഇട്ട് 5 മിനിറ്റ് നേരം വഴറ്റാം. അതിലേക്ക് നമ്മുടെ പുളിയുടെ വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് ഇളക്കി അതങ്ങോട്ട് റെഡ്യൂസ് ചെയ്യുക. നന്നായി തിക്ക് ഗ്രേവി ആവുക. ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ ആ മീൻ പൊരിച്ച് വെച്ചിട്ടില്ലേ അതും ചേർത്ത് സൂക്ഷിച്ചൊന്ന് ഇളക്കി ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പിലയും ഇട്ട് അത് അവിടെ അടച്ചങ്ങോട്ട് വെച്ചേക്കാം. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം വെച്ചിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴാണ് ആ പുളി മെരുവൊക്കെ ഇറങ്ങിയിട്ട് ആ മീൻ അങ്ങോട്ട് കിടുള്ളൂ. അവിടെ ഇരിക്കട്ടെ, നാളെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ.